കേരളത്തിലെ മുഴുവൻ അംഗൻവാടികളിൽ ഇന്ന് പ്രവേശനോത്സവം നടക്കുമ്പോൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു അംഗൻവാടി പൂട്ടിയ വിവരം കോട്ടയം കളക്ടറും കൂടെ ഒന്ന് അറിയേണ്ടതാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേപ്പാലത്താണ്. ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ അംഗൻവാടികളിലും പ്രവേശനോത്സവം നടക്കുമ്പം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇന്നൊരു അംഗൻവാടി പൂട്ടുകയാണ്. അതിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇത് പൂട്ടി. അപ്പോൾ ആ പൂട്ടിയപ്പം 2 ജീവനക്കാർ ഇവിടെയുണ്ട്. അവരിപ്പോൾ ഈ ഒരു മാസമായിട്ട് അവരിതിൻ്റെ അകത്ത് ഇതിനൊരു പകരം സംവിധാനത്തിന് വേണ്ടി ഒരു 10 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. മറ്റുള്ള അംഗൻവാടികളൊക്കെ 3-4 പേരും വെച്ചുകൊണ്ട് അംഗൻവാടി നടക്കുമ്പോൾ ഇവിടെ 10-12 കുട്ടികളോളം പഠിക്കുന്ന ഈ അംഗൻവാടി അത് തികഞ്ഞ അനാസ്ഥയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നിങ്ങൾ ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി കൈതേപ്പാലം ജംഗ്ഷനാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പള്ളം CDSന്റെ കീഴിലുള്ള 84 നമ്പർ അംഗൻവാടി കെട്ടിടമാണ് ഇവിടെയുള്ളത്. ഇവിടുന്ന് വലത്തോട്ട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് തോടിനോട് ചേർന്നാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഏകദേശം 10 കുട്ടികളോളം ഇവിടെയുണ്ട്. കൈതേപ്പാലം ചേരുമൂട്ടിക്കടവ് റോഡിന്റെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ ആക്കാൻ വരുന്നവർക്കൊക്കെ ആണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളുമാണ്. ഈ കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് ഈ തോടിനോട് ചേർന്നായതുകൊണ്ട് അവിടുത്തെ കയ്യാല ഇടിഞ്ഞുകൊണ്ട് ഈ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് ക്യാൻസലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിലവിൽ ഇനി അംഗൻവാടി പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി 1 മാസക്കാലമായിട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികളോട് പറഞ്ഞിട്ട്, ഈ വാർഡ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡാണ്, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ വാർഡാണ്. 1 മാസമായിട്ട് ഇവിടുത്തെ ജീവനക്കാർ ഇവരുടെ എല്ലാം പുറകെ നടക്കുകയാണ്. ഇതിനൊരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണം. കാരണം സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുമായിട്ട് വരുമ്പോഴത്തേന് ഇവിടാണ് കണ്ടോ, ഈ സ്ഥലം അടിവശമാണ് ഇടിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ തോടിന്റെ സൈഡിലെ കല്ലുകൾ മുഴുവൻ പോയിരിക്കുകയാണ്. ഇത് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലാണ്. അത് അവരാണത് ചെയ്യേണ്ടത്. ഏറെക്കുറെ 8-10 ലക്ഷം രൂപയോളം ആകുമെന്നാണ് ഈ കല്ല് മുഴുവൻ കെട്ടി തോടിന്റെ സൈഡ് ചെയ്ത് വരുമ്പോഴത്തേന്. എങ്കിൽ മാത്രമേ ഇതിന്റെ ഫിറ്റ്നസ് പുനഃസ്ഥാപിക്കത്തുള്ളൂ. ഇപ്പൊ ഇത് വാടകയൊന്നും കൊടുക്കാതെ ആണ് ഇവർ പ്രവർത്തിക്കുന്നത്. നല്ല സൗകര്യങ്ങളാണ്. കുട്ടികളെ കൊണ്ടാക്കാനും അവർക്ക് വൈകുന്നേരം തിരിച്ചു കൊണ്ടാകാനും എല്ലാ സൗകര്യം ഉണ്ടാകത്താണ്. നല്ല രീതിയിൽ നല്ല കെട്ടിടമാണ്. സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫാന് കാര്യങ്ങളെല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് സമീപത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം വെറുതെ കിടക്കുന്നുണ്ട്. ആ കെട്ടിടം താൽക്കാലികമായി അതിൻ്റെയൊന്ന് മാറ്റാൻ വേണ്ടി പോലും ചോദിച്ചിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഇതിൻ്റെ ഈ തോടിൻ്റെ സൈഡ് വശം കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിലെയാണ് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ കല്ല് മുഴുവൻ ഇടിഞ്ഞ് തോട്ടിലോട്ട് കിടക്കുകയാണ്. ഏത് നിമിഷവും ഈ കെട്ടിടം അപകടാവസ്ഥയിൽ തന്നെയാണ്. അതിൻ്റെ ആ പുറകുവശം ഇടിഞ്ഞതുകൊണ്ട് കുട്ടികളുമായിട്ട് അവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിയത്. ഒരു കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പോകുമ്പം ഒരു നിലവിലൊരു അംഗൻവാടി പൂട്ടുക, അതിന് പകരം സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് പോംവഴി. ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അംഗൻവാടികളിൽ പ്രവേശനം നടക്കുമ്പം ഈ പുതുപ്പള്ളിയിലെ ഈ 84ാം നമ്പർ അംഗൻവാടിയിൽ പ്രവേശനോത്സവം ഇല്ല. അത് പൂട്ടിയ അവസ്ഥയിലാണ്. അപ്പോൾ 1 മാസക്കാലമായിട്ട് ഈ 2 ജീവനക്കാർ പല വീടുകളിലും കയറി ഇറങ്ങി അവർക്കൊരു മുറിക്ക് വേണ്ടി നടന്നിട്ട് ആരും അംഗൻവാടി കെട്ടിടമെന്ന് പറയുമ്പോൾ ആരും അങ്ങനെ മുറി കൊടുക്കത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് അവർ വേറെ ഒരു കെട്ടിടത്തിലേക്ക് മാറുകയാണ്. അതെല്ലാം ഇടപാട് ചെയ്തു. എങ്കിലും അതിന് വാടക കൂടുതലാണ്. ഏറെക്കുറെ 4500 രൂപയോളം വരും വാടക. സാധാരണ അംഗൻവാടിക്ക് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ 2000 രൂപ മാത്രമേ കൊടുക്കാൻ അനുവാദമുള്ളൂ. ബാക്കി പൈസ ഇവർ കണ്ടെത്തണം. എങ്കിലും ഈ കുട്ടികളുടെ കാര്യത്തിൽ മുടക്കം വരാതിരിക്കാൻ വേണ്ടി അവർ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. ഇതാണ് ആയുർവേദ ഹോസ്പിറ്റല്. ഇതിൻ്റെ തൊട്ട് സമീപത്ത് ഒരുപാട് മുറികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു യോഗ സെന്റർ ഉണ്ട്. അതും ഡിസ്പെൻസറി മാത്രമാണ് ഇപ്പം നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കി കെട്ടിടങ്ങൾ വെറുതെ കിടക്കുകയാണ്.
ഇവിടെയാണ് യോഗ ക്ലാസ് നടക്കുന്നത്. അതിന് തൊട്ട് സമീപത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപ മുടക്കി വനിതാ ജിം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുവരെ ഇത് തുറന്നിട്ടില്ല, ഇത് പൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി ഇനി എന്തും കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം കേട്ടോ. 17 ലക്ഷം രൂപ മുടക്കി ഏറ്റവും ആധുനിക ഉപകരണങ്ങളുള്ള ഒരു ജിമ്മാണിത്. നിങ്ങൾക്ക് നോക്കിയേ, നിങ്ങൾ ആര് വന്ന് നോക്കിയാലും ഇത് കാണാം. മുഴുവൻ പൊടിയും പിടിച്ച് ചുക്കിലിയും പിടിച്ച് അത് ഇവിടെ കിടക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി പൈസ മുടക്കാൻ ആർക്കും നേരമില്ല, സമയമില്ല, ഒന്നുമില്ല. ഇന്നലെ ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നതാണ്. അന്നേരത്തിന് അവരാകപ്പാടെ സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തില്ല. കാരണം അവർ പറഞ്ഞ് പഞ്ചായത്തിലെ ജീവനക്കാരെ വിളിച്ചിട്ട് ഇന്നലെ എല്ലാവരും അംഗൻവാടി മറ്റേ സ്കൂളുകളിലെല്ലാം പ്രവേശനോത്സവമായിരുന്നു. മെമ്പർമാരടക്കം എല്ലാം അതിൻ്റെ പുറകെ പോയിരിക്കുകയായിരുന്നു. ആരും അങ്ങോട്ട് വന്നില്ല. ഇതാണ് വനിതാ ജിം. എന്നാൽ നേരത്തെ ആയുർവേദ ഡിസ്പെൻസറിയുടെ മുറിയിലായിരുന്നു അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പഞ്ചകർമ്മ ചികിത്സ തുടങ്ങണമെന്നും പറഞ്ഞാണ് ഇവരെ അവിടുന്ന് ഈ കെട്ടിടത്തിലേക്ക് ഒഴിപ്പിച്ചത്. ഇപ്പോൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം 25 ലക്ഷം രൂപയാണ് ഈ പൂട്ടിക്കിടക്കുന്നത്. അതുപോലെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് 25 ലക്ഷം രൂപ പൂട്ടിക്കിടക്കുന്നുണ്ട്. ഇരുപത്തഞ്ച് 50 ലക്ഷം രൂപ വെള്ളത്തിൽ കിടക്കുകയാണ്. പഞ്ചായത്തിന്റെ വാതിൽക്കൽ കൂടെയുള്ള വഴി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.